ലയണൽ മെസ്സിയുടെ പേരിൽ നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ സ്പോൺസർക്കെതിരെ ഫെമ കേസ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെയാണ് ED കേസെടുത്തത്. വിദേശത്തേക്ക് 126 കോടി കടത്തിയതിലാണ് കേസ്. ആൻഡ് ഓഗസ്റ്റിന് ഉടൻ സമൻസ് അയക്കും. അതേസമയം ED സംസ്ഥാന കേന്ദ്ര GST വിഭാഗങ്ങൾക്ക് പുറമെ ആദായനികുതി വകുപ്പും അന്വേഷണം ആരംഭിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഏറ്റവും നിർണായകമായ ഒരു നീക്കവുമായാണ് ഇപ്പോൾ ED എത്തിയിരിക്കുന്നത്. ഫെമ കേസിൽ കേസെടുത്തിരിക്കുന്നു. ഫെമ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു. എന്താണ് തുടർ നടപടികൾ? കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ആദ്യത്തെ നടപടിയാണ് ഇപ്പോൾ ഫെമ പ്രകാരമുള്ള കേസ് എടുത്തിരിക്കുന്നത്. കാരണം ഫെമ പ്രകാരം കേസെടുക്കുന്നതിന് നേരിട്ട് ലഭിക്കുന്ന പരാതി മാത്രം മതി. മാത്രമല്ല, നേരത്തെ ലഭിച്ച ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം കൃത്യമായി നടന്നിട്ടുണ്ട്. ഈ അർജന്റീന മത്സരത്തിന്റെ പേരിലും മെസ്സിയെ കളിക്കാൻ എത്തിക്കുമെന്നതിന്റെ പേരിലും എന്നത് വ്യക്തമാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫെമ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർന്ന് ആൻഡോ അഗസ്റ്റിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. വൈകാതെ തന്നെ ആൻഡോ അഗസ്റ്റിനെ സമൻസ് അയക്കാനുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ED കടക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ സംസ്ഥാന GSTയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിലും ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം കൂടി ഇപ്പോൾ പുതുതായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആദായനികുതി കണക്കുകളിൽ വലിയ തോതിലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്ന് സംസ്ഥാന GST സേവന നികുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനിടെ വ്യക്തമായിരുന്നു. അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. ഇതിനിടയിലാണ് 126 കോടി രൂപയുടെ വിദേശ പണമിടപാടിൽ കൃത്യമായി തന്നെ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് വ്യക്തമാക്കി അത് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഫെമ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർ നടപടികളുടെ ഭാഗമായി സഹ സ്പോൺസർമാരെ കേന്ദ്രീകരിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തും. കൂടുതൽ ആളുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നീളുകയും ചെയ്യുന്നത്. ജിജീഷ്, നേരത്തെ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ചില പരിശോധനകൾ ED ആരംഭിച്ചിരുന്നു. അത് മാത്രവുമല്ല, നമ്മുടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ AFAക്ക് നൽകിയെന്ന് പറയുന്ന 126 കോടി രൂപ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പരിശോധനകളിൽ എന്താണ് EDക്ക് മനസ്സിലായത്? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെയുള്ള പരിശോധനയിൽ അവരുടെ അക്കൗണ്ടുകളിൽ എന്തെങ്കിലും തട്ടിപ്പുകളും ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ടോ ജിജീഷ്? ഇതിൽ വലിയ ഒരു സാമ്പത്തിക നടപടികളിലെ സുതാര്യതയില്ലായ്മ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. കാരണം ഈ 126 കോടി രൂപയ്ക്ക് അപ്പുറം മറ്റു ചില പണം അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗിന്റെ സാമ്പത്തിക ഇടപാടുകൾ അവരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന്. ആ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ചില ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ, ആദായനികുതി വകുപ്പ് കണക്കുകളിൽ ഒന്നും തന്നെ കാണിക്കാതെയുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തുക ഇത്തരത്തിൽ പണമായി എത്തിയതിന്റെ വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചത്. അത്തരത്തിൽ ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫെമ പ്രകാരം കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടെത്തിയിരിക്കുന്നത് കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകൾ, അതിൽ പലതിലും കണക്കുകൾ കൃത്യമായി കാണിച്ചിരിക്കുന്നില്ല. മാത്രമല്ല, സഹ സ്പോൺസർമാർ പണം അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയെന്ന് പറയുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ 200 കോടിയോളം രൂപ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലും കൃത്യമായി തന്നെയുള്ള കണക്കുകളൊന്നും തന്നെ ബന്ധപ്പെട്ട അധികൃതരെ കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തന്നെ വലിയ ക്രമക്കേട് നടന്നു എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. എന്നാൽ നിലവിൽ 126 കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ രേഖകൾ ഒന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ച സമയത്ത് ഹാജരാക്കിയിട്ടില്ല റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ GST വിഭാഗം കൈമാറിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഒപ്പം തന്നെ നേരിട്ട് ലഭിച്ച പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലും അക്കൗണ്ടുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഫെമ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ് ജിജീഷ് കാര്യങ്ങൾ. മെസ്സിയെ കൊണ്ടുവരാനെന്ന പേരിൽ നടന്നത് വൻ തട്ടിപ്പാണ്. നിരവധി അക്കൗണ്ടുകളിൽ നിന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് 200 കോടിയോളം രൂപ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രമാത്രം വലിയ തട്ടിപ്പിനുള്ള ഒരു ശ്രമമായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ED അന്വേഷണത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. അധികം താമസിക്കാതെ ആൻഡോ അഗസ്റ്റിന് സമൻസ് അയക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.